ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് ഏറെ അഭിമാനാർഹമായ ഒരു നേട്ടം നമ്മുടെ രാജ്യം കൈവരിച്ചു. മറ്റൊരു ഓഗസ്റ്റ് 9-ന് ഒരുപക്ഷെ ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ നെഞ്ചിൽ തീകോരിയിട്ടുകൊണ്ടാണ് ഇന്ത്യ ആ വിജയം നേടിയത്. തന്ത്രപരമായ ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു 2019 ഓഗസ്റ്റ് 9, 13 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇതേ ദിവസം. ആണവശേഷിയുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 2 വിജയകരമായി പരീക്ഷിച്ച ദിവസം. ഏകദേശം 125 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഈ മിസൈലിന് 2500 കിലോമീറ്റർ പരിധി ഉണ്ടായിരുന്നു. 2500 കിലോമീറ്റർ വരെ ശത്രുവിനെ ലക്ഷ്യമിടാൻ കഴിയുന്ന അതിമാരകമായ മിസൈൽ പരീക്ഷണം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിൻ്റെയും പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെയും ശക്തമായ പ്രഖ്യാപനം കൂടിയായിരുന്നു ആ മിസൈൽ പരീക്ഷണം എന്നത് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യയുടെ തന്ത്രപരമായ പരമാധികാരത്തിൻ്റെയും പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെയും ശക്തമായ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ആ മിസൈൽ പരീക്ഷണമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒഡീഷ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വീലർ ദ്വീപിൽ, ഇപ്പോൾ ഈ ദ്വീപിനെ അറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. അവിടെ നിന്നാണ് ചരിത്രപരമായ ഈ പരീക്ഷണം നടത്തിയത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്ന് മാത്രമല്ല, ഏത് വെല്ലുവിളിയെയും നേരിടാൻ പ്രാപ്തമാണെന്നും ഈ വിക്ഷേപണം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ പ്രധാന മിസൈൽ വികസന പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് അഗ്നി 2. ഇത് DRDO വികസിപ്പിച്ചെടുത്തതാണ്. ഈ ഉപരിതല മിസൈലിന് 2000 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ആണവായുധങ്ങളും പരമ്പരാഗത ആയുധങ്ങളും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. സാങ്കേതികമായി ഈ മിസൈൽ ഇന്ത്യക്ക് തന്ത്രപരമായ ഒരു മുൻതൂക്കം നൽകുന്നു. പ്രത്യേകിച്ച് ദീർഘദൂരങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ കഴിവുള്ള ചില രാജ്യങ്ങൾക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാനുള്ള ആ മിസൈൽ ശേഷി ഇന്ത്യക്ക് തീർച്ചയായും തന്ത്രപരമായ ഒരു മുൻതൂക്കം തന്നെയാണ്. ഏകദേശം 20 മീറ്റർ നീളവും 17 ടൺ ഭാരവുമുള്ള അഗ്നി 2 അത്യാധുനിക ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും GPS അധിഷ്ഠിത ഗൈഡഡ് സിസ്റ്റവും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അതിനാൽ ഇതിന് കൃത്യതയോടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഇതിൻ്റെ പേലോഡ് ശേഷി 1000 കിലോഗ്രാം ആണെങ്കിലും അതിൻ്റെ ഇന്ധന സംവിധാനം 2 ഘട്ട ഖര ഇന്ധനമാണ്. ഇതിൻ്റെ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം മൊബൈൽ ലോഞ്ചറാണ്. ഇതിൻ്റെ മൊബൈൽ ലോഞ്ചിങ് കഴിവ് ഇതിനെ വളരെ കൃത്യതയുള്ളതാക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കാൻ സഹായിക്കുന്നു. 2012 ഓഗസ്റ്റ് 9-ന് അഗ്നി 2 പരീക്ഷിച്ചപ്പോൾ അത് പൂർണ്ണമായും വിജയിച്ചു. മിസൈൽ അതിൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു. ഇത് റഡാർ ടെലിമെട്രി സ്റ്റേഷനുകൾ സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന സന്നദ്ധത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയും സൈനിക ശേഷിയും നിരന്തരം ശക്തി പ്രാപിക്കുന്നുവെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു. ഏത് ഭീഷണിയെ നേരിടാൻ ഇതിന് കഴിവുണ്ട്. ഇതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? അഗ്നി 2-ന്റെ പ്രാധാന്യം അതിൻ്റെ സാങ്കേതിക ശേഷിയിൽ മാത്രമല്ല, തന്ത്രപരമായ സന്ദേശത്തിലുമുണ്ട്. 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് പാകിസ്ഥാൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ചൈനയുടെ പല തന്ത്രപരമായ സ്ഥലങ്ങളിലും എത്താൻ കഴിയും. ഈ മിസൈൽ ഒരു മികച്ച ആയുധം മാത്രമല്ല, ഇന്ത്യയുടെ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ആക്രമണാത്മക നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ശത്രു രാജ്യങ്ങളെ ഈ മിസൈലിൻ്റെ സാന്നിധ്യം പലതവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. സാങ്കേതിക വിദ്യയിൽ എങ്ങനെ ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നു? അഗ്നി 2-ന്റെ വിജയം ഇന്ത്യ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ അതിവേഗം സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നതിൻ്റെ പ്രതീകമാണ്. ഇതിൻ്റെ മുഴുവൻ രൂപകൽപ്പനയും വികസന പ്രക്രിയയും DRDOയും ഇന്ത്യൻ വ്യവസായങ്ങളും തദ്ദേശീയമായി ചെയ്തിട്ടുണ്ട്. ഇത് വിദേശ ആശ്രിതത്വം കുറയ്ക്കുക മാത്രമല്ല, പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിക്കാരായി മാറുന്നതിലേക്ക് ഇന്ത്യയെ നയിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷയിലെ ഏറ്റവും ശക്തമായ ഭാഗമാണ് അഗ്നി 2 പോലുള്ള ആയുധങ്ങൾ. തുടർന്ന് അഗ്നി 3, അഗ്നി 4, അഗ്നി 5 തുടങ്ങിയ ദീർഘദൂര മിസൈലുകളുടെ
വിജയകരമായ പരീക്ഷണങ്ങൾ ഇന്ത്യയെ മൾട്ടി ലെവൽ മിസൈൽ ശേഷിയുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിച്ചു. 2012 അഗ്നി 2 വിജയകരമായി പരീക്ഷിച്ചതിന് ശേഷം ഇന്ത്യ അതിൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യ തുടർച്ചയായി നവീകരിച്ചു. ഇപ്പോൾ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ശേഷിയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.